മാധ്യമപ്രവർത്തകരുടെ ചോദ്യം എടുക്കാൻ പറ്റാണ്ടേ മുട്ടുവിറയ്ക്കുന്ന ട്രംപിന്റെ കാഴ്ച ഇന്നലെ മനോഹരമായിരുന്നു. അതായത് ഇങ്ങേര് പ്രസ് മീറ്റ് നടത്തുന്ന സമയത്ത് അവിടെ കുറെ മാധ്യമപ്രവർത്തകരുണ്ട്. അപ്പൊ അതിനകത്ത് USS അബ്രഹാം ലിങ്കനിലെ തിന്നാനും ടോയ്ലറ്റ് പോകാനും ഇല്ലാത്ത സൈനികരുടെ അവസ്ഥയും, അതേപോലെ തന്നെ സൗത്ത് കൊറിയ ആയിട്ട് നടത്തുന്ന ഈ മിലിറ്ററി മറ്റേ ഇതുണ്ടല്ലോ, എന്താ പറയാ, എക്സസൈസ്, അതിന്റെ ഡ്യൂറേഷനും അതിന്റെ ചില കാര്യങ്ങളൊക്കെ വെട്ടിക്കുറച്ചതുമായി ബന്ധപ്പെട്ട് CNN റിപ്പോർട്ടർ ചോദ്യങ്ങൾ ചോദിക്കുന്ന സമയത്താണ് ക്വയറ്റ് 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 മിണ്ടാണ്ടിരിക്കും എന്നുള്ള ലെവലിൽ ട്രംപ് പ്രതികരിക്കുന്നത്. എന്നിട്ട് ട്രംപ് ചോദിക്കുന്നുണ്ട്, നീ എന്താണ്, ഏത് ചാനലിൽ നിന്നാണ് ചോദിക്കുന്ന സമയത്ത് CNN എന്നാണെന്ന് പറയുമ്പോൾ ഫേക്ക് ന്യൂസ് ഫേക്ക് ന്യൂസ് ഫേക്ക് ന്യൂസ് എന്നാ പറയുന്നത്. ട്രംപ് ചോദ്യങ്ങൾ എടുക്കാൻ വയ്യ, അതിന് ഉത്തരം കൊടുക്കാനോട്ട് ഉത്തരവുമില്ല. ഇങ്ങനെ അണ്ണാക്കിൽ പിരിവെട്ടുന്ന സമയത്ത് മാധ്യമപ്രവർത്തകരോട് തട്ടിക്കയറാണ് ട്രംപ് ഇപ്പൊ ചെയ്യുന്നത്. അപ്പൊ അതിന്റെ വീഡിയോ നമുക്കൊന്ന് കാണാം. Quiet. You're very disrespectful in front of this young man. Okay? Don't you find her disrespectful? He understands. Quiet. Who are you with? I'm with CNN. Fake news. You're fake news. You're a loud, boisterous person. You're fake news. Be quiet. Be quiet. Be quiet. You're a fake reporter. And you... ഇതാണ് അവിടെ സംഭവിച്ചത്. CNN റിപ്പോർട്ടർ ചോദ്യം ചോദിക്കുന്ന സമയത്താണ് ക്വയറ്റ് 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 എന്ന് പറയുന്നത്. എന്നിട്ട് പറയുന്നത് നീ ഭയങ്കര ഡിസ്റെസ്പെക്ട്ഫുൾ ആയിട്ടാണ് നിൽക്കുന്നത്, മര്യാദ ഇല്ലാണ്ടാണ് നീ നിൽക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് ആ പ്രവർത്തകയോട് തട്ടിക്കേറാണ് ട്രംപ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ചുറ്റുപുറം അണ്ണാക്കിൽ പിരിവെട്ടി പഴം തിരികി ട്രംപിന്റെ മോന്തയും കണ്ടുകൊണ്ട് കുറേ എണ്ണം ചുറ്റും നിൽക്കുന്നുണ്ട്. ഒരക്ഷരം ഉരിയാടാണ്ട് മിണ്ടാണ്ട് നിൽക്കുന്നത് നമുക്ക് കാണാം അവിടെ. ഇപ്പോൾ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്ന സമയത്ത് കേരളത്തില് എന്താ പറയാ, മാധ്യമപ്രവർത്തകര് ഇടപെട്ടില്ല, മിണ്ടാണ്ടിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് കേൾക്കാം. എല്ലായിടത്തും ഇത് തന്നെയാണ്. ഭരണാധികാരികള് എന്തെങ്കിലും പറയുന്ന സമയത്ത് അതും ഒരു സ്ത്രീയോടാണ് അവിടെ അങ്ങനെ പറയുന്നത്. എന്നിട്ടും ഒരെണ്ണം മിണ്ടുന്നില്ല, വായം പൊത്തി നോക്കി നിൽക്കുകയാണ് അവിടെ ചെയ്യുന്നതെന്നുള്ളതാണ്. പക്ഷെ ഇതിൻ്റെയൊക്കെ പുറകിലുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഉത്തരം പറയാനില്ല. അതായത് മൾട്ടിപ്പിൾ ടാർഗറ്റുകൾ ഇങ്ങനെ ഉന്നം വെച്ചിട്ടാണ് ഇങ്ങനെ വെടിവെക്കുന്നത്. ഇവിടെ ഇവിടെ മറ്റേ ലീ, അങ്ങനെ ഇവിടെ പിന്നെ ടെഹ്റാൻ, ഇങ്ങനെയൊക്കെ 3-4 ടാർഗറ്റ് വെച്ചിട്ട് ഒരൊറ്റ വെടി കട്ട വെച്ചിട്ട് അങ്ങ് വെക്കുക, ഏതെങ്കിലുമൊക്കെ പോയി കൊള്ളും. ഇതാണ് പ്രസ്താവനകളുടെ അതിന്റെ ഉള്ളിലുള്ള കാര്യങ്ങൾ നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റുന്നത്. ഇങ്ങനെ എനിക്ക് ഇഷ്ടമാണെന്ന് പറയുന്ന സമയത്ത് അമേരിക്കൻ സൊസൈറ്റിയിലുള്ള പാരനോയാന്നോ എന്താ അതിന് പറയാന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഈ കിങ് ജോങ്ങിനെ കുറിച്ച് അത്രക്കും എന്താ പറയാ, ആ രീതിയിലുള്ള നരേറ്റീവ്സ് ആണ് അമേരിക്കയിൽ ഉള്ളത്. എന്നിട്ട് അയാളെ പോയിട്ട് എനിക്ക് പൊന്നുമായിട്ട് നല്ല ബന്ധമാണ് എന്താ പറയാ ഇങ്ങനെ പറയുന്നത്. എന്നിട്ട് പറയുന്നത് കിങ് ജോങ്ങിന്റെ വാദം എന്ന് പറയുന്നത് സൗത്ത് കൊറിയയും അമേരിക്കയും കൂടെ നടത്തുന്ന മിലിറ്ററി എക്സസൈസസ് നോർത്ത് കൊറിയക്ക് എതിരാണ്, നോർത്ത് കൊറിയ തകർക്കാനാണ് എന്നുള്ളതാണ്. അപ്പോ കിങ്ങിനോട് പറയാണ്, എൻ്റെ പൊന്ന് കിമ്മണ്ണ, ഞങ്ങള് എന്ത് ചെയ്തിട്ടുണ്ട്, ഈ എക്സസൈസ് ഞങ്ങൾ കുറച്ചിട്ടുണ്ട്, ഞങ്ങൾ നിങ്ങൾക്ക് എതിരൊന്നും അല്ല കേട്ടോ എന്ന് പറയാണ്. എന്നിട്ട് സൗത്ത് കൊറിയക്കും എന്തുണ്ട്, ഇപ്പോഴത്തെ ലീ ഭരണകൂടത്തിനും തന്നെ കിങ്ങുമായിട്ട് നല്ലൊരു ടോക്കിലേക്ക് എത്തിയാൽ കൊള്ളാം എന്നുള്ളൊരു ഐഡിയ ഉണ്ട്. അപ്പൊ ഇതിനൊക്കെ വേണ്ടിയിട്ട് ഇങ്ങനെ എറിഞ്ഞിട്ട് കൊടുക്കുകയാണ്. പക്ഷെ ഇതുവരെ നോർത്ത് കൊറിയ അതിൽ കൊത്തിയിട്ടില്ല. പക്ഷെ സൗത്ത് കൊറിയ അതിൽ കൊത്തിയിട്ടുണ്ട്. അത് നല്ല തീരുമാനമാണ്. ഈ എന്താ പറയാ, കൊറിയൻ പെനിൻസുലയില് സമാധാനം വരാൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണെന്നുണ്ടെങ്കിൽ അതിന് ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു അവർ പറഞ്ഞിട്ട്. പക്ഷെ ഒന്നും പറഞ്ഞിട്ടില്ല. കാരണം ഈ ചെങ്ങായി പറയുന്നത് ഇന്ന് പറഞ്ഞ പോലെ ആയിരിക്കില്ല നാളെ പറയുന്നത്, അല്ലെങ്കിൽ നാളെ പറഞ്ഞത് മറ്റന്നാളെ തിരുത്തി പറയും. അതുകൊണ്ട് തന്നെ ഇങ്ങേര് പറയുന്ന കാര്യം വെച്ചിട്ട് അതിനോട് പ്രതികരിക്കാൻ നിന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ പണി കിട്ടും എന്നുള്ളത് അറിയുന്നതുകൊണ്ട് നോർത്ത് കൊറിയൻ തന്നെ ഒന്നും പറഞ്ഞിട്ടില്ല ഇതുവരെ. അപ്പൊ ഈ ചോദ്യങ്ങൾ എടുക്കാൻ പറ്റാതെ എന്താണ് ഇതിന്റെ റിയാലിറ്റി എന്നുള്ള ആ ഒരു സാധനം, ആ ചോദ്യം എടുക്കാൻ പറ്റാണ്ട് കിടന്ന് ഉരുളുകയാണ്. ആ ചോദ്യങ്ങൾ എടുക്കണേ ഇല്ല. പിന്നെ ട്രംപിനോട് പിന്നെ ചോദിക്കേണ്ടത് എന്താണെന്നാ, രാവിലെ നിങ്ങൾ ഏത് പാലാണ് കുടിച്ചത്, ഇങ്ങനത്തെ ടൈപ്പ് ഓഫ് ചോദ്യങ്ങൾ ചോദിച്ചാൽ മതിയാവോ എന്തോ. അത് അത്തരത്തിലുള്ള ചോദ്യങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ചിലപ്പം അങ്ങേര് ഇഷ്ടപ്പെട്ടേക്കാം. അപ്പോൾ ഇങ്ങനെയാണ് കാര്യങ്ങൾ പോകുന്നത്. ചോദ്യങ്ങളും എടുക്കാൻ വയ്യ, അതിന് ഉത്തരവും ഇല്ലാത്ത രീതിയിൽ ഇങ്ങനെ കിടന്നിങ്ങനെ എന്താ പറയാ, ഇങ്ങനെ ചെളിയിൽ കിടന്നിങ്ങനെ ഉരുണ്ട് മറിയാണ് ഇപ്പൊ ട്രംപ് എന്നുള്ളതാണ് പറയാനുള്ളത്.